മെയ് 27-ന് ഒരു റെയ്ഡ് നടക്കുന്നു. പിണറായിയുടെ അല്ലെങ്കിൽ പിണറായിയുടെ മകളുടെ വീട്ടിലായിട്ട്. അവിടെ നിന്ന് ഒരു ചുവന്ന കവറുള്ള ഡയറി കണ്ടെത്തുന്നു. ഈ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട ചില രേഖകളാണ്. അധികം ആരും അത് സംസാരിച്ചു കണ്ടില്ല. കാരണം എല്ലാവരും CJPയുടെ പുറകെയായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും അതിന്റെ പുറകെയായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് ചില അക്കൗണ്ടുകൾ വീണയുടെ മരവിപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി. അതില് ഇതുവരെ നമ്മൾ പറഞ്ഞു കേൾക്കാത്ത ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 15,57,414 രൂപ ഉണ്ടായിരുന്നതായിട്ടും ED പറയുന്നുണ്ട്. അപ്പോ ഇതുവരെ നമ്മൾ എക്സാലോജിക്കിൽ മാത്രമാണ് ഹാങ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയൊരു കമ്പനി കൂടി വരുന്നു. ഈ പുതിയ കമ്പനിയും എക്സാലോജിക്കും ഇങ്ങനെ എത്ര കമ്പനികൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമല്ലേ? എന്തൊക്കെ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടാകാം? കോഴിക്കോടാണ് കേട്ടോ ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ്. കോർപ്പറേഷൻ, അതായത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള പേരില് ഉള്ള കമ്പനിയിലെ പാർട്ട്ണറാണ് വീണ തൈക്കണ്ടി. അപ്പൊ ഈ ചുമന്ന ചട്ടയിട്ട ഡയറി എന്ന് പറയുമ്പോൾ അപ്പോഴും അവിടെ CPM ആട്ടോ, ചുമപ്പിനെ വിട്ടൊരു കളിയില്ല. കാരണം തൻ്റെ സ്വത്തും തൻ്റെ ഭാവിയും തൻ്റെ ജീവിതവും എല്ലാം നിലനിർത്തി തരേണ്ടത് ഈ ചുമന്ന പതാക കൈകളിൽ എന്തുന്നവരാണെന്ന് വീണക്കുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് ചുമന്ന ചട്ടയിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഓർക്കുന്നുണ്ടോ, കോവിഡിനെ ശരിക്കും വിറ്റ് കാശാക്കിയവരാണ് പിണറായിയുടെ മന്ത്രിസഭയിലുള്ള എല്ലാവരും തന്നെ. ആ ശൈലജ ടീച്ചറിന് എവിടേക്കാണ് ആദരവ്? മാക്സസെ അവാർഡോ ഓസ്കർ അവാർഡോ ഇനി ലോകത്ത് കിട്ടാനുള്ള അവാർഡുകളൊന്നും ബാക്കിയില്ല, നോമിനേഷൻ. പക്ഷെ ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിന് വേണ്ട, എനിക്ക് തരൂ, ശൈലജയ്ക്ക് വേണ്ട, ശൈലജയ്ക്ക് വേണ്ട. എന്തായാലും 300% ഇരട്ടി വിലയ്ക്കാണ് PPE കിറ്റും മാസ്കും ഒക്കെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത പോലത്തെ വിലയിലാണ് വിറ്റിരുന്നത്. അതിൽ നിന്നുള്ള ലാഭവും ഒക്കെ ചിലപ്പോൾ ഈ കമ്പനി വഴിയായിരിക്കും ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ലാത്ത മെഡിക്കൽ എക്യുപ്മെന്റ്സ് വിൽക്കുന്ന ഒരു കമ്പനിയിൽ എങ്ങനെയാണ് വീണ തൈക്കണ്ടി പാർട്ണറായത്? ഇത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വെറുതെ ഒരു ഷെൽ കമ്പനി, അത്ര തന്നെയുള്ളൂ. അപ്പൊ ഇപ്പൊ വീണയുടേതായിട്ട് മരവിപ്പിച്ചിരിക്കുന്നത് 18 ലക്ഷം രൂപയോളം വരും ലേക്കർ ഇന്ത്യ കമ്പനിയുടെ ഉൾപ്പെടുത്തിയിട്ട്. വീണയുടെ സ്പെസിഫൈ ചെയ്ത് പറയണം. വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1,37,088 രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 27,585 രൂപയും നേരത്തെ നമ്മൾ പറഞ്ഞ 15 ലക്ഷം രൂപ. അപ്പൊ 18 ലക്ഷത്തിന് അടുത്തോളം വരുന്നുണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്. ഈ കമ്പനിയെ കുറിച്ച് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ED എന്തും മാത്രം ടൈറ്റ് ഫിസ്റ്റഡ് ആയിട്ടാണ് ഈ കാര്യം ഹാൻഡിൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കും. അവരൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇവരെ ഏറ്റവും കൊടിയ പീഡനത്തിന് തന്നെ വിധേയരാക്കിയെന്ന് പറയണം. എന്നിട്ട് പോലും ഇങ്ങനൊരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വീണയാണെങ്കിലും പറഞ്ഞിട്ടില്ല. ഈ ഇടയ്ക്ക് മരുമോനിക്ക കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കാര്യത്തെ കുറിച്ചൊരു ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തായി വീണയുടെ കാര്യം? വീണയുടെ അപ്പം അവർ എക്സാലോജിക്കിന്റെ കാര്യവും മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത് വാർത്തകൾ വരാൻ തുടങ്ങിയത്. അപ്പോഴും പറയുന്നത് അത് അതിന്റെ വേണ്ട വിധത്തിൽ ഞങ്ങൾ സഹകരിച്ചു പോകും എന്നൊക്കെ. പക്ഷെ വീണയ്ക്ക് അറിയാമായിരിക്കും ആ ഡയറി കൊണ്ടുപോയപ്പോൾ എന്തൊക്കെ ബോംബുകളാണ് വീഴാൻ പോണെന്നറിയാം. പക്ഷെ അവർക്കൊന്നും പുറത്തു വന്ന് പറയാൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ അവസ്ഥയിലിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. ആരോഗ്യസ്ഥിതിയും കുറച്ച് പിന്നോക്ക അവസ്ഥയിലാണ്. അമ്മയാണ് അവിടുത്തെ കൺട്രോളിംഗ് അതോറിറ്റി. സ്വപ്ന സുരേഷ് പറയുന്നത് മുഴുവൻ കമല വിജയനാണ് ഇതിലെ പ്രധാന തല. ശിവശങ്കരന്റെയും കമലയുടെയാണ്. അച്ഛനും മോളും ഇതിൽ പാവം പുറകെ നിൽക്കുന്നേ ഉള്ളൂ. മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് കമലയാണെന്നാണ് പറയുന്നത്. കൺട്രോൾ ചെയ്യണല്ലോ, അവരുടെ പെൻഷൻ പൈസയാണ് ഇതിന്റെ മുഴുവൻ തുടക്കം. അപ്പൊ കൺട്രോളിംഗ് അതോറിറ്റി അവർ തന്നെയായിരിക്കുമല്ലോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാണ്ട്, ഈ ഇടയ്ക്ക് കേട്ടതാണ്, ഇന്ത്യയിൽ രാജ്യങ്ങളിൽ ഏത് രാജ്യത്തെയാണെങ്കിലും പ്രസിഡന്റ്, ചില രാജ്യങ്ങളിലൊക്കെ ഭരണം കൈയാളുന്നത് നമ്പർ 1 പ്രസിഡന്റ് ആണ്, ചില രാജ്യങ്ങളിലൊക്കെ പ്രൈം മിനിസ്റ്റർ ആണ്. അവരുടെ ഭാര്യ ഫസ്റ്റ് ലേഡി എന്ന് പറയും. ഇനി സ്ത്രീകളാണെങ്കിൽ ഫസ്റ്റ് ജെന്റിൽമാൻ എന്ന് പറയും. അല്ലാണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ആർക്കും മുഖ്യമന്ത്രി പോകുമ്പോൾ ഒരു ഫസ്റ്റ് ലേഡി എന്നൊരു ഇഫക്റ്റിൽ ആരും
ട്രാവൽ ചെയ്യാറില്ല. നമ്മൾ കമലയുടെ കണ്ടിട്ടില്ലേ, കോട്ടും സൂട്ടും പാന്റും ഒക്കെ ഇട്ട് ഒരു ഹാൻഡ് ബാഗും പിടിച്ച് ഫസ്റ്റ് ലേഡി സൂപ്പർ ഫസ്റ്റ് ലേഡി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം പിണറായിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇത് എങ്ങനെ ചെയ്യണം, എവിടെ ഒപ്പിടണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കമലയാണ്. 36 കോടി രൂപയാണ് ഈ നമ്മുടെ ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സ്ഥലത്ത് ഇവര് വിദേശ പര്യടനത്തിന് വേണ്ടി ചെലവഴിച്ചത് 36 കോടി രൂപയാണ്. എവിടെ നിന്ന് നമുക്ക് ഡയറക്ട് ഫ്ലൈറ്റ് കേരളത്തിലേക്ക് ഉണ്ടെങ്കിൽ പോലും ദേ റൂട്ടഡ് ത്രൂ ദുബായ്. നമ്മുടെ അടുത്ത് സപ്ന പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയാലോ, ഈ ദുബായിൽ വന്ന് അവിടെ 2-3 ദിവസം താമസിച്ചിട്ട് മകനെ കാണാനാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, വേറെ പല ബിസിനസ്സുകൾക്കും വേണ്ടിയിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വീണയ്ക്ക് ഇത് മാത്രമല്ല, വേറെയും ഇനി ഇൻഫർമേഷൻസ് നമുക്ക് വരാനുണ്ട്. ഈ കമ്പനി വീണയ്ക്ക് എന്ത് പഠിത്തം, ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പഠിത്തം? ആ കുട്ടി നമ്മൾ അറിയുന്നിടത്തോളം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സാണ് അമൃതാനന്ദമയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ മാർക്കിലോ വലിയ ഒരു ബുദ്ധി പ്രകടിപ്പിച്ചോ ഒന്നും പാസ്സായതല്ല. CPM-ന്റെ ഒരു മുതിർന്ന നേതാവിന്റെ മകൾ എന്ന നിലയിൽ രവിപിള്ളയുടെ കമ്പനിയിൽ വരെ അവര് CEO ആയിരുന്നു, പൈസ മേടിച്ചു, അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ കേരളത്തിനെ കാശാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. മറ്റേത് CMR-ൽ കൊടുത്ത പൈസ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ, വീണയ്ക്കുള്ളതല്ല, മുഖ്യമന്ത്രിക്കുള്ള പൈസയാണ് കൊടുത്തത്. കാരണം KSIDC 13% സ്റ്റേക്ക് ഹോൾഡർ ആണ് CMR-ൽ. അപ്പൊ KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ താഴെ, കേരള സർക്കാരിന്റെ താഴെ. അപ്പൊ പല കാര്യങ്ങളും നടത്തി കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാശാണ്. വീണ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഇതൊന്നുമില്ല, ഒരു ബിൽ ബുക്കൊന്നുമില്ല എന്റെ ആപ്പിൾ ഫോണില്. അത് പറയുന്നുണ്ട്, ആപ്പിൾ ഫോണില് ഞാൻ തന്നെ ഉണ്ടാക്കി അയക്കുന്ന ഇതാണ്, ബില്ലുകളാണ്, ഇൻവോയ്സുകളാണെന്ന് പറയുന്നുണ്ട്. ഈ ചില സമയത്ത് വീണയോട് വളരെ സഹതാപം തോന്നും. കാരണം ഒന്നെട്ടും പുട്ടും തിരിയാത്ത പാവാടക്കാരി. കാരണം സത്യത്തിൽ ഇത്രയും ഒരു കുരുട്ട് ബുദ്ധി വീണയ്ക്കുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം. അതുകൊണ്ടാണ് സ്വപ്ന സുരേഷ് പലപ്പോഴും കമല, പിണറായി വിജയനെ പോലുമല്ല അവർ പറയുന്നത് എന്നുള്ളതാണ്. ഒരു കമലയെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പൊ എത്ര നമുക്ക് ഒരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞാലും, പകയുണ്ട് എന്ന് പറഞ്ഞാലും, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിലും എന്തെങ്കിലും ഒരു കാര്യമില്ലേ എന്നുള്ളൊരു തോട്ട് വരില്ലേ? തീർച്ചയായിട്ടും. കാരണം സ്വപ്ന സുരേഷ് ഉള്ളിലെ കളികൾ അറിഞ്ഞൊരു വ്യക്തിയാണ്. ശിവശങ്കരന്റെ ഉൾപ്പെടെയുള്ള കളികൾ ഉള്ളിൽ അറിഞ്ഞൊരു വ്യക്തിയാണ്. അവർ പറഞ്ഞത് സത്യം തന്നെ ഉണ്ടായിരിക്കും. ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൽ നമുക്ക് എടുക്കാം. അവർ പറഞ്ഞത് കുറച്ച് ഇതുണ്ടാവായിരിക്കും, തരികട ഉണ്ടാവും, സത്യമായിരിക്കില്ല. പക്ഷേ ഭൂരിപക്ഷവും അവർ പറയുന്നത് സത്യം തന്നെയാണെന്ന് കാലം തെളിയിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകേണ്ടത് വീണ വിജയനെ മാറ്റി നിർത്തി മാഡം കമല വിജയന്റെ കാര്യങ്ങളിലേക്കാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. വിജയനെ മാറ്റി നിർത്തിക്കോളൂ. കാരണം അദ്ദേഹം ഇതിനൊരു മൂകസാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ മാപ്പുസാക്ഷിയായിരിക്കും. പല വീടുകളിലും നമ്മൾ കാണാറുണ്ട്, ഭാര്യയുടെ ഒരു ആധിപത്യത്തിന് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ഭർത്താവിനെ കാണാറുണ്ട്. ആ ദേഷ്യവും ഫ്രസ്ട്രേഷൻ ആയിരിക്കും പുറത്ത് പാർട്ടിയിൽ വന്ന് കാണിക്കുന്നത്. അങ്ങനെ വിചാരിക്കാതെ വീട്ടിലൊരു ശബ്ദമില്ല, എന്നാൽ ശബ്ദം മുഴുവൻ പുറത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചിരിക്കും. ആ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളുടെ പൈസ കുട്ടി കോവിഡിന്റെ സമയത്ത് ഇവിടുത്തെ ആളുകൾ, അതായത് കേരളത്തിലെ ആൾക്കാരും ഇന്ത്യയിലെ ആൾക്കാരും ലോകം മുഴുവനും സഹിച്ചു. പക്ഷെ അവരുടെ ആ ബുദ്ധിമുട്ടും വിഷമവും മരണത്തിനെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴുള്ള അവസ്ഥയും ഒക്കെ ചൂഷണം ചെയ്തു. 300% എക്സ്ട്രാ പൈസയിലാണ് PPT കിറ്റൊന്നും മസ്റ്റായിരുന്നു. രോഗികളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഡോക്ടർമാരെ ധരിച്ചിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാണ്. വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന രോഗികളും PPT കിറ്റ് ധരിക്കണം. മാസ്ക് നിർബന്ധമായിരുന്നു. മാസ്ക് ഇല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കിട്ട് നല്ല ചാമ്പൽ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ആരും ധൈര്യപ്പെട്ടില്ല. കാശില്ലാത്തവര് പോലും മാസ്ക് അന്ന് ഈസിലി അവൈലബിൾ അല്ലാത്ത സമയത്ത് മാസ്ക് തയ്ച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ. വീട്ടിലിരുന്ന് എന്റെ മെഷീനിൽ മാസ്ക് തയ്ച്ച് ചുറ്റുള്ള സ്ഥലങ്ങളിലും ന്യൂസ് പേപ്പറിന്റെ ഉള്ളിൽ വെച്ചും ഒക്കെ കൊടുത്തയച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെയാണ് നമുക്ക് സർജിക്കൽ മാസ്കുകൾ ഈസിലി അവൈലബിൾ ആവാൻ തുടങ്ങിയത്. എന്നിട്ടും പറയുന്നുണ്ട്, തുണി മാസ്കിന്റെ അത്രയും അതിനൊരു ഇതില്ല, 2 ലെയറിൽ വെച്ചപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ചെയ്യാമല്ലോ. പറഞ്ഞു വരുന്നത് ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ.
മുതലാക്കണമെങ്കിൽ, സ്വന്തം ക്രെഡിറ്റിലേക്ക് എടുക്കണമെങ്കിൽ എന്ത് ക്രൂരമായ മനസ്സുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ആരുമായിട്ടാണ് നമ്മൾ പ്രജിത കമ്പയർ ചെയ്യുക? ഹിറ്റ്ലറായിട്ടോ മുസോളിനായിട്ടോ അല്ലെങ്കിൽ സ്റ്റാലിനായിട്ടോ? ക്രൂരതയുടെ പര്യായം എന്ന് പറയുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറ ചിലപ്പോൾ പിണറായി വിജയൻ എന്ന് പറയും. ഇനി പോകെ അത് മാഡം കമലയുടെ ബുദ്ധിയാണ് എന്ന് തെളിയുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിയല്ലേ? സ്വന്തം കാര്യത്തിന് എത്ര കാശ് എനിക്ക് കിട്ടിയാലും പോരാ. ഇവരുടെയൊക്കെ ആഡംബര ജീവിതം, അവര് പിടിച്ചിരിക്കുന്ന ബാഗിന്റെ ഒക്കെ ഒന്ന് വരെ നോക്കൂ. എന്തുമാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബാഗാണ്. ഒരു തുണിസഞ്ചി ഇട്ടോണ്ട് ബൂജി എന്നാണ് ഞങ്ങളുടെ കോളേജ് ജീവിതത്തിലൊക്കെ ബുദ്ധിജീവി എന്നുള്ള, അങ്ങനെ നടന്ന് പരിപ്പ് വടയും കഴിച്ച് കട്ടൻ കാപ്പിയും കുടിച്ച് എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് നടന്നിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിന്ന് ഇവർ എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. എത്രമാത്രം ഇവർക്ക് എന്താ വലിയ വലിയ കാറുകൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ? മാരുതി 800 പോയാൽ എത്തും അല്ലേ? ഇവർക്ക് ഇന്നോവ കാറ് പോയി വിളിക്കുന്നു അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അവരുടെ മീറ്റിങ്ങുകൾക്ക് ഇന്നോവ കാറുകളിൽ വന്നിറങ്ങുന്നു. അതിന് എയർ കണ്ടീഷൻഡ് വേണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പിണറായി സഖാവിന്റെ ഭരണത്തിന് കീഴിലാണ് സ്വന്തം മകളെ കരപറ്റിക്കുവാനുള്ള ഒരു അച്ഛന്റെയോ അല്ലെങ്കിൽ ഒരു അമ്മയുടെയോ അമിതമായ ആവേശവും ആഗ്രഹവുമാണ് ഇന്ന് കേരളം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം എന്ന് പറയാം. അതൊരു തുടക്കം മാത്രമാണ്. പണ്ടോറാസ് ബോക്സ് എന്ന് പറയും. ഒരു ഗ്രീക്ക് റോമൻ ദേവതയാണ്, അവരുടെ ഒരു ബോക്സ് ഉണ്ട്. അത് തുറക്കുമ്പോഴാണ് എല്ലാ ചീത്തത്തരങ്ങളും പുറത്തേക്ക് ഇങ്ങനെ ഫ്ലൈസ് ആയിട്ട് പറന്നു വരുമെന്ന് പറയും. അതുപോലെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയിൽ തുടങ്ങി ഇപ്പൊ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലേക്ക് എത്തി. ഇനിയും എത്ര കമ്പനികൾ, ഇവരുടെ പഠിച്ചിരിക്കുന്ന പഠിത്തവുമായി ബന്ധമില്ലാത്ത എത്ര പേപ്പർ കമ്പനികൾ പുറത്തേക്ക് വരാനുണ്ടെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ വരും തീർച്ചയായിട്ടും. ഇതോടുകൂടി വീണ ചിലപ്പോൾ അറസ്റ്റിലാവാനും ചാൻസ് ഉണ്ട്. കാരണം ഇത് ഇവര് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്നു, ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, പൈസ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും. ഇന്നിപ്പോ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഒരു അറ്റം നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി ചിലപ്പോൾ വീണയുടെ ഡെസ്റ്റിനി തന്നെ മാറിയെന്ന് വരും. വിജയന്റെയും ഡെസ്റ്റിനി മാറിയെന്ന് വരും. ചിലപ്പോൾ ശ്രീമതി കമലയുടെയും മാറിയെന്ന് വരും. കട്ട വെയിറ്റിംഗിലാണ് കേരളം അല്ലെ? കാരണം ഇത് പറ്റില്ല. മറ്റേത് അവർക്ക് ഒരു കമ്പനി കൊടുത്തവരും മേടിച്ചു. പക്ഷെ ഇത് നമ്മളുടെ ആരോഗ്യ പ്രശ്നത്തിന് മുതലാക്കിയെടുത്ത, കേരളീയരുടെ ആരോഗ്യം ചൂഷണം ചെയ്ത പൈസയാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. കേരളത്തിൽ ഓരോരുത്തർക്കും തിരിച്ചു കിട്ടണം. അത് നമ്മൾ കേരളം ശക്തമായി ആവശ്യപ്പെടുന്നു.